ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം. എന്ത് ഞാനായിരുന്നു, സോറി. ഓക്കെ, പെട്ടെന്ന് കഴിച്ചു. ഞാൻ വന്നത് ഉഗ്രൻ ഓഡിയൻസ്. ഞാൻ എന്റെ ലൈഫിൽ ഇതുപോലത്തെ ഓഡിയൻസിനെ കണ്ടിട്ടില്ലെന്ന് വേണേ പറയാം. അത് ആരുടെയും കൈ ടൂൾസ് ഇല്ല. പരിപാടി പെട്ടെന്ന് പെട്ടെന്ന്. പ്രിയരെ, ഓടനാവട്ടം. ദൈവമേ, പേരിൽ തന്നെ ഉണ്ടല്ലോ ഓട്ടം. ഓടനാവട്ടം ഓമനക്കുട്ടനും സംഘവും അവതരിപ്പിക്കുന്ന കോപ്രായം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. ആശാനെ, എനിക്ക് അറിയാൻ വയ്യാത്തോണ്ടാ. എന്ത് ഈ കോപ്രായം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? എടാ, അത് പണ്ട് ഈ ഓടി ഇട്ടിട്ട് ലിപ്പ് അനക്കുന്നതിനൊക്കെ നമ്മൾ കോപ്രായം എന്നാണ് പറയുന്നത്. ഓ, അതുകൊണ്ടല്ലേ പറഞ്ഞേ? അല്ല, ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ നീയൊക്കെയല്ലേ കളിക്കുന്നേ ആശാനെ. പിന്നെ ഫ്ലോ സ്റ്റേജിൽ കയറി കളിക്കാവുള്ളതല്ലേ. സ്റ്റേജിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് സൂപ്പർ സ്റ്റേജ്. എടാ, 10 പേര് കിടന്ന് തുള്ളിയാ പോലും ആ സ്റ്റേജ് ഒന്ന് കുലുങ്ങത്തിലടാ. എന്തൊരു പവറടാ സ്റ്റേജിന്. മണ്ടന്മാര്. എന്ത് നമ്മുടെ പരിപാടിയാന്ന് പറഞ്ഞിട്ട് എന്തിനിത്ര ബലത്തിൽ കിട്ടിയെന്ന? എന്താണേലും പൊളിയും. പിന്നെ എന്തിനാ? എടാ ഉണ്ണി, നീ വൃത്തികെട്ട വർത്താനം പറയല്ലേ. ഇല്ല. അയ്യേ, ഇങ്ങ വന്നേ. അയ്യേ, ഇതെന്തോടെ വേറെ വേറെ ചെരുപ്പിട്ടോണ്ട് വന്നേക്കുന്നേ? വീട്ടിൽ ഒരേപോലത്തെ ചെരുപ്പൊന്നും ഇല്ലേ? എറിയുന്ന മാറത്ത് പറയാൻ പറ്റുമോ ജോഡിയുള്ള ചെരുപ്പെടുത്ത് എറിയാൻ? എനിക്ക് കിട്ടുന്നതല്ലേ ഇടാൻ പറ്റത്തുള്ളൂ. അത് കൊള്ളാല്ല. എന്ത് കൊള്ളാല്ലെന്ന്? എനിക്ക് കിട്ടുന്നതല്ലേ ഇടാൻ പറ്റൂ. നിന്റെ ഈ വൃത്തികെട്ട സ്വഭാവം കാരണമാണ് കഴിഞ്ഞ പ്രാവശ്യം നാടകം നമ്മുടെ പൊളിഞ്ഞത്. എന്തുണ്ടായാലും എന്റെ തലയിൽ തന്നെ അവസാനം കൊണ്ടിടണം കേട്ടോ. ഞാൻ എന്തോ ചെയ്തെന്നാ? എടാ പൊന്നു പോലെ, നിനക്ക് ഞാൻ എന്തോ വെച്ചാ നാടകത്തിൽ തന്നത്? പീലാത്തോസായിട്ട്. പീലാത്തോസ് നാടകത്തിൽ എന്തോ ചെയ്യുന്നത്? ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്നും പറഞ്ഞു പീലാത്തോസ് കൈ കഴുകുന്നു. അതുവരെ ഓക്കെ, താങ്ക് യു. ഏത് പീലാത്തോസാണ് കൈ കഴുകിട്ട് ടിഷ്യൂ പേപ്പറിലിട്ട് തുറക്കുന്നത്? പറയണ മോനെ. അതെ, നിങ്ങൾ എന്നെ ചുമ്മാ കളിയാക്കല്ലോ. ഒന്നില്ലെങ്കിൽ ഞാൻ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാ. അതിന്റെയെങ്കിലും വില എനിക്ക് നിങ്ങൾ തരണം. ആര്? സ്ക്രിപ്റ്റ് റൈറ്റർ. നീയാ? ഏത് സ്ക്രിപ്റ്റ്? ഓർമ്മയ്ക്കായി. അത് ഞാൻ എഴുതി തീർന്നതും ആദ്യമേ വായിച്ച് കേൾപ്പിച്ചത് എൻ്റെ സ്വന്തം അച്ഛനായിരുന്നു. പക്ഷെ വായിച്ച് കേൾപ്പിച്ച് തീർന്നതും എൻ്റെ അച്ഛൻ ഞങ്ങളെ വിട്ടങ്ങ് പോയി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ആ സ്ക്രിപ്റ്റിന് ഓർമ്മയ്ക്കായി എന്ന് പേരിട്ടത്. അപ്പൊ അതിന് ഓർമ്മയ്ക്കായി നല്ല പേരിടണ്ട. പിന്നെ തന്തയെ കൊല്ലി നീ ആയതുകൊണ്ട് അതാണ് ആ പേരിടണം. നിങ്ങൾ എന്തിനാ ചുമ്മാ എന്റെ തലയിൽ തന്നെ എപ്പോഴും കയറുന്ന? ആ കിച്ചുനെ ഇങ്ങനെ പരിപാടിയൊക്കെ കാണിക്കില്ല. അവനെ മഴക്ക് പറഞ്ഞൂടെ? കിച്ചുനെയും പറയാൻ അവനിനി ഇവിടെ ഇല്ലല്ലോ. അവനോട് പോയി അവനെ ഞാൻ ഉപയോഗിച്ചു കളഞ്ഞു. ഡിസ്പോസിബിൾ പ്ലേറ്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ആദ്യമായിട്ടാ ഡിസ്പോസിബിൾ കിച്ചു എന്നൊക്കെ കേൾക്കുന്നത്. എടാ, കിച്ചുനെ ഇനി എനിക്ക് ഇവിടെ ആവശ്യമില്ല. അവന് ഞാനൊരു ഉഗ്രൻ കഥാപാത്രമാണ് ഇതിൽ കൊടുത്തത്. ആരാ? യൂദാസിന്റെ. ആണേ. യൂദാസ് നാടകത്തിൽ എപ്പോഴാണ് ഒറ്റുന്നത്? ക്ലൈമാക്സിൽ ആണേ. ഈ നാറിയുടെ വകയിൽ ഒരു പെങ്ങടെ കല്യാണം ഉണ്ടെന്ന് പറഞ്ഞ് കർട്ടൻ പൊങ്ങിയതും ഇവൻ ഫ്രണ്ടിൽ കണ്ട ഒരു മാലാകയെ ഒറ്റിയിട്ട് എവ ഒരു പോക്കടാ. അയ്യോ, പിന്നെ ഞാൻ പെട്ടൊരു പാടെ റിവേഴ്സിലാണ് ഞാൻ ആ നാടകം കളിച്ച് തീർത്തത്. അപ്പൊ കിച്ചു ഇല്ല? ഇല്ല. അയ്യോ, കിച്ചു ഇല്ലേ? ഇല്ലെന്ന്. കിച്ചു ഇല്ലെങ്കിൽ ഇന്റർവെല്ലിൽ കർട്ടൻ വന്ന് ആര് വലിക്കും? ഓരോരോ ആഗ്രഹങ്ങളെ ഇന്റർവെൽ വരെ കളിക്കാന്ന്. മേക്കപ്പ് ചെയ്യടാ. കിച്ചു ഇല്ലല്ലോ. ഒരു കാര്യം ചെയ്യ്, കുന്തൻ രാജിവെക്കട്ടെ. കുന്തത്തിന് സർക്കാർ ജോലിയുണ്ടോ രാജിവെക്കാൻ? എടാ ഉണ്ണി, എടാ രാജി മാലാകയായിട്ട് നിൽക്കുന്ന രാജി, അവള് കുന്തം പിടിക്കട്ടേന്ന്. നീ പോയി പീലാത്തോസിന്റെ വേഷം കിട്ടും. പെട്ടെന്ന് ആച്ചാനെ. എന്ത് തിങ്ങ വന്നേന്ന് പെട്ടെന്ന് വാ. നിക്കുന്നവനെ കണ്ട? അവൻ നമ്മൾ എവിടെ പരിപാടി ചെയ്യാൻ പോലും അവിടെ അവൻ കാണും. നമ്മളെ എപ്പോഴും തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്ന എന്ത്? എടാ, ഇവൻ നമ്മുടെ ക്ലൈമാക്സിൽ മറ്റേ കള്ളനായിട്ട് വരുന്നത്. അതിന് ഞാൻ ഇതുവരെ ഇവനെ കണ്ടിട്ടില്ലല്ലോ. ഇതുവരെ അതിന് നമ്മൾ ക്ലൈമാക്സ് കളിച്ചിട്ടില്ലല്ലോ. നല്ലൊരു റീസൺ ആയതുകൊണ്ട് എനിക്ക് പറയാൻ ഉത്തരവില്ല. ഓക്കെ മേക്കപ്പ് പെട്ടെന്ന്. എന്തോ പറയാനാണോ? ഒരു ഓഞ്ഞ സമിതി വന്ന് ചേർന്ന്. ഓഞ്ഞ സമിതിയാ? ആറ് ഓഞ്ഞ സമിതി? എന്റെ അച്ഛൻ മരണക്കിടക്കെ കിടക്കുമ്പോ എനിക്ക് കൈമാറിയതാണ് ഈ സമിതി. അപ്പൊ നീ സമിതിയെ പറ്റി അധികം സംസാരിക്കല്ലേ കേട്ടോ. അപ്പൊ തന്ത മരണ സർട്ടിഫിക്കറ്റ് തന്നിട്ടാണ് പോയത്. എടാ മേക്കപ്പ് ചെയ്യടാ. നിന്നോട് ഞാനൊന്നുമില്ല സംസാരിക്കാൻ. ചുമ്മാ. ആശാനെ, എന്ത്? എനിക്കൊരു അബദ്ധം പറ്റി കേട്ടാ. എന്ത്? ഇന്നലെ ഞാൻ നിങ്ങളുടെ കണ്ണാടി എടുത്തോണ്ട് പോയെന്ന് തോന്നുന്നു. അതെന്ത്? ഇതിൽ കൂടെ നോക്കിയിട്ട് നിങ്ങളെ മാത്രമേ കാണാൻ പറ്റുന്നത്. ആദ്യമേ പുല്ലിനകത്ത് ഒരു ഗ്ലാസ് ഉണ്ടാക്കി എന്നിട്ട് സൗന്ദര്യം ഉണ്ടാക്കുക കേട്ടാ. ചുമ്മാ അല്ല, എന്തോ ഉണ്ടാക്കുമായിരുന്നു? ലിപ്സ്റ്റിക് ഇടാൻ വരുമായിരുന്നു.
ലിപ്സ്റ്റിക് ഇടാൻ വരുമായിരുന്നു. നീ എന്തോ വേണേലും ചെയ്തോ, ലിപ്സ്റ്റിക്ക് മാത്രം തേക്കല്ലേ. അതെന്ത്? എടാ പട്ടി, നിനക്കറിയാലോ നിന്റെ എന്റെ ചുണ്ടിന്റെ അളവ് ഒന്നാന്ന്. അറിയാം. നീ ഓരോ തോന്നിവാസം കാണിച്ചു വെക്കും, അടി മൊത്തം കൊള്ളുന്നത് ഞാനാ. അതുകൊണ്ട് നീ ലിപ്സ്റ്റിക് ഉണ്ടാക്കണ്ട, വേറെ എന്തേലും ചെയ്തോ. ഇയാൾ എന്തിനാണോ എപ്പോഴും എന്നെ മാത്രം വഴക്ക് പറയുന്നത്? ഞാൻ എന്ത് ചെയ്തിട്ടാ? ചൊറി വരുമ്പോ എന്നെ മാത്രം വഴക്ക്. ഡേ പിന്നെ ഈ ഇടയ്ക്ക് ബഹിരാകാശത്ത് ഏതോ ഒരു പുള്ളിക്കാരി പോയല്ലേ, സുനിത വില്യംസ്, ഏതോ ഒരു പുള്ളിക്കാരി. അല്ല, അവർക്കൊക്കെ ഭയങ്കര കഴിവ് തന്നെ കേട്ടോ. നമുക്കൊന്നും അങ്ങനെ ഒന്നും നടക്കൂല, ഭയങ്കര കഴിവ് തന്നെ. ആശാന് ചിലപ്പോ ഇന്ന് മേളിൽ പോകാൻ പറ്റുമായിരിക്കും. അങ്ങനെ നേരത്തെ ഒരു കമ്മറ്റിക്കാരൻ ആശാന്റെ സൈസും ലെങ്ത്തും ഒക്കെ ചോദിച്ചിട്ട് വന്ന് ഞാൻ കണ്ടായിരുന്നു. എടാ, അതും ഈ ബഹിരാകാശത്തോട്ട് എന്താ ബന്ധം? അവന്റെ കയ്യിൽ ആശാന്റെ അത്ര നീളമുള്ളായിരുന്ന ഒരു എലിവാണം ഉണ്ടായിരുന്നു. ഇന്ന് അധികം വൈകാതെ മേളിൽ പോയി ഷൈൻ ചെയ്യാം. പിന്നെ കൊണ്ടുപോകുമ്പോ ഒരു തയ്യും കൂടെ കൊണ്ടുപോകണം കേട്ടോ. എന്തിന്? മേളിൽ പോയി ചീരകൃഷി നടത്താലോ. എടാ പോടാ അവിടുന്ന്, ചുമ്മാ തമാശ പറയാതെ. എന്തോ തമാശ? ഞാൻ തമാശയല്ല, സീരിയസായിട്ട് പറഞ്ഞു. നീ വന്നേ. എന്തുവാന്ന് പറ. എനിക്കൊരു കാര്യം പറയാം. നീ പറ. ഇനി അധിക കാലം ഈ സമിതി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കെങ്കിലും തോന്നിയല്ലേ? ഞാൻ ഓർത്ത് എനിക്ക് മാത്രമേ തോന്നിയുള്ളൂ. പറയട്ടെ. അപ്പോ കേക്കടാ, ഞാൻ പറ. നിങ്ങള് ഇതുള്ളത്രയും കാലം നീയെങ്കിലും എൻ്റെ കൂടെ ഉണ്ടാകണം. നീ ഇത് വെച്ചോ അഡ്വാൻസ് ആയിട്ട്. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതിടാ, വേറെ ആരും ഇല്ലെങ്കിൽ നീയെങ്കിലും എൻ്റെ കൂടെ കാണണം. നിങ്ങൾ തരുവാണെങ്കിൽ ഇതെനിക്ക് അഡ്വാൻസ് അല്ല, പിന്നെ ഇൻഷുറൻസ്. പേടിച്ചാണ് നിങ്ങളുടെ കൂടെ അത്രയും കാലം ഞാൻ ജീവിക്കുന്നത്. എനിക്ക് വേണ്ട, ഞാൻ പോവാം. എങ്ങനെ നടക്കായിരിക്കും? എങ്ങനെ പൊളിയായിരിക്കും? ഇവിടെ ഉള്ള ഒരുത്തനും ദൈവഭക്തി ഇല്ല, പിന്നെ എങ്ങനെ ഈ നാടകം പൊളിയായിരിക്കും? അത് മാത്രം പറയല്ലേ. ഈ നാടകത്തിലുള്ള എല്ലാമാർക്കും ദൈവഭക്തി ഉണ്ട്, പക്ഷെ അത് വേറെ റൂട്ടിലാന്നേ ഉള്ളൂ. എങ്ങനെ? ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ആണെങ്കിൽ നാടകം തുടങ്ങുന്നതിന് മുന്നേ ആയിരിക്കും ദൈവത്തിനെ വിളിക്കുന്നത്. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാ, നാടകം കഴിയാൻ ശേഷം ദൈവത്തിനെ വിളിക്കുന്നത്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഒരു വിളി വരും. എടാ, നമ്മൾ നാടകം എവിടൊക്കെ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. നീ എന്താ അതിനെ കുറിച്ച് പറയാത്ര ഉണ്ണി? എവിടെയൊക്കെ കളിച്ചിട്ടുണ്ട് പറ. സെന്റ് ജോർജ്, സെന്റ് തോമസ്, സെന്റ് പോൾസ്, ഇവിടൊക്കെ കളിച്ചിട്ട് നമ്മുടെ നാടകം വിജയിച്ചില്ലേ? പറയുന്ന കേട്ടാത്തൊന്നും ഇതെല്ലാം പള്ളിയാണ്. എവിടുന്ന്? ഇത് മൊത്തം അംഗനവാടിയാ. പെടുക്ക അറിയാൻ വയ്യാത്ത പിള്ളേരുടെ ഫ്രണ്ടിൽ കോനാമ്പീച്ച് കാണിച്ചു കഴിഞ്ഞാൽ അവര് ചിരിക്കാതിരിക്കോ? ഓരോ കാരണം കൊണ്ട് എന്റെ അടുത്ത് വരരുത്. അംഗനവാടി കളിച്ചു കയറ്റി വെച്ചു. ജീവിതത്തിൽ കുറെ പ്രതിസന്ധികൾ വരും, നമ്മളത് നേരിടണം. നേരിട്ടാലേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റത്തുള്ളൂ. ഇത് നീ നിന്റെ മനസ്സിൽ വെച്ചേക്കണം. ഇതിപ്പോ എന്തിനാ ഇവിടെ പറഞ്ഞു? 2 മിനിറ്റിനകം നാടകം ഇപ്പൊ തുടങ്ങുമോ? നാടകക്കാരുടെ ശ്രദ്ധയ്ക്ക്, വിക്ടറി ക്ലബിന്റെ സംഘാടകർ ചില കാരണങ്ങളാൽ ആശുപത്രിയിലായതിനാൽ നാടകം ഇന്ന് ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾ വിഷമിക്കേണ്ട, പൈസ മൊത്തം തരുന്നതായിരിക്കും. സഹകരിക്കുക. അയ്യോ അയ്യോ അയ്യോ, ശാശാൻ ഇങ്ങനെ കരയല്ലേ? ഇതെന്തുവാന്നറിയ സംഭവം? ഇത്രയും വർഷം ഇങ്ങനെ നാടകം കളിച്ചിട്ട് ആദ്യമായിട്ട് കളിക്കാൻ പറ്റാത്തതിന്റെ വിഷമ. ഇതൊന്നുമല്ല അച്ഛനെ കരയ. പിന്നെ എന്ത് കരയാതെ? ഒരു ദിവസം ആംബുലൻസിന്റെ സൈറൻ കേൾക്കാതെ വീട്ടിൽ പോകാൻ പറ്റുമല്ലോ. അപ്പൊ കരഞ്ഞല്ലേ? സന്തോഷക്കണ്ണീരാടാ. ഇല്ല അച്ഛാ, നിങ്ങൾ ഒരുമാതിരി വൃത്തികെട്ട പരിപാടി കാണിക്കല്ലേ. പോലീസുകാർ ഇച്ചിരിയെങ്കിലും മര്യാദ കാണിച്ച് ഞാൻ ഒരു ദാക്ഷണ്യം കാണിക്കത്തില്ല. ഞാൻ ശരിക്കിട്ട് പെരുമാറും. അയ്യോ, നിങ്ങളുടെ ഈ ഒരു ഒറ്റ ബെറ്റ് വെപ്പ് കാരണമാണ് ഇത്രയും പ്രശ്നം നടക്കുന്നത്. നിങ്ങൾ എന്തിനാ അച്ഛാ ബെറ്റ് വെക്കുന്നത്? ചുമ്മാ രസത്തിന് ചുമ്മാ രസത്തിന്. നിങ്ങൾ കേൾക്കണം, അപ്പുറത്തെ വീട്ടിലെ പശു ചാണകമല്ല മുട്ട പപ്സ് ഇടുന്നെന്ന് പറഞ്ഞവരെ പുള്ളി ബെറ്റ് വെച്ചിട്ടുണ്ട്. എടാ സത്യടാ, പശു മുട്ട പപ്സ് ഇന്നെന്ന് ഞാൻ കണ്ടായിരുന്നു. സത്യം. വേണ്ട, നിങ്ങളുടെ ബെറ്റോപ്പ് കാരണമുണ്ടല്ലോ എനിക്ക് കല്യാണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാ. എന്റെ മോൻ കല്യാണം കഴിക്കരുത്. അതെന്ത്? ഇതുപോലൊരു കിഴങ്ങനെ ഈ ലോകത്തെങ്ങും പെണ്ണ് കിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ ആ സുമേഷായിട്ട് 1000 രൂപയ്ക്ക് പറ്റി. എന്ത് 2000 രൂപ ആക്കണം? അയ്യോ എന്റെ പൊന്നോ, അച്ഛനൊരു കാര്യം അറിയോ? എന്റെ അടുത്തൊരു പോലീസുകാരൻ നിന്റെ അച്ഛൻ ആ സെല്ലിനകത്തുണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ അങ്ങ് ചമ്മിപ്പോയി അച്ഛാ. എന്റെ അടുത്ത് ഒരു പോലീസുകാരൻ നിന്റെ മോൻ വെളി വന്നിപ്പോണ്ടെന്ന് പറഞ്ഞപ്പോ ഞാനത് കൺഫ്യൂഷൻ ആയിപ്പോയടാ, ചമ്മിപ്പോയെന്ന്. ഹലോ, എന്താ ഈ വേഷം കെട്ടിന്റെ ഉദ്ദേശം എന്താ? അത് പറ. അത് ചെറിയൊരു ബെറ്റ് വെച്ച. പറഞ്ഞാ മതി, അറിയാൻ പറ്റാതെ. അത് എൻ്റെ അടുത്തൊരു കൂട്ടുകാരൻ പറഞ്ഞ്, നീ സ്ത്രീ വേഷം കെട്ടി ലേഡീസ് ഹോസ്റ്റലിൽ ഒരു 10 മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ അവ എനിക്കൊരു 10000 രൂപ തരാന്നും പറഞ്ഞ് ബെറ്റ് വെച്ച്. ഞാൻ സമ്മതിച്ചു കൊടുത്ത് 8 മിനിറ്റ് ഞാൻ നിന്ന്. അതിന്റെ ബാക്കി 2 മിനിറ്റ് നിൽക്കാൻ പറ്റാ? ഞാൻ പ്രോപ്പർട്ടി ആയ എൻ്റെ ആപ്പിൾ എന്നെ ചതിച്ചു. അച്ഛാ,
അച്ഛാ പറ്റുണ്ടോ? 1000 രൂപയ്ക്ക് വാ വാ വാ. അച്ഛനാന്നാ? എന്റെ പൊന്നച്ഛ, നാരങ്ങ വല്ല വരുന്ന പിതുക്കി ഇങ്ങ് എടുക്കരുത്. എന്റെ പൊന്നോ, മടുത്തച്ഛ, മടുത്ത്. നിങ്ങളുടെ മോനാന്ന് പറഞ്ഞ് നടക്കാൻ എനിക്ക് നാണക്കേടുണ്ട്. ഞാൻ മടുത്ത്. മോനാന്ന് പറഞ്ഞ് നടക്കാൻ നാണക്കേടല്ലേ? മോനെ, അച്ഛൻ്റെ തരാൻ വേണ്ടി ഇത് മാത്രമേ ഉള്ളൂ. ഇതെന്ത് മോളാന്നും പറഞ്ഞ് അത് വെച്ച് ഇറങ്ങി നടക്കില്ല. ലേശം നാണക്കേട് പറഞ്ഞാലോ. കുമാരേ, അച്ഛൻ ആ ഒരു ബോധം തനിക്കുണ്ടോ? ഒരു കാര്യം അറിയോ? ഇന്ന് രാവിലെ ബിജുമാവൻ ഇങ്ങോട്ട് വന്നു. എന്തിനാ? പുള്ളി 4 പുതിയ തെറി എന്റെ ചെവിക്കൂട് ഉദ്ഘാടനം ചെയ്തിട്ടാ പോയത്. എന്റെ അടുത്ത് പഴയതാ പറഞ്ഞ. എന്തിനാണെന്നറിയോ? എന്തിന്? നിങ്ങൾ പുള്ളിയുമായിട്ടും പറ്റി വെച്ചല്ലേ? ആ ശരി, ഞാൻ പറ്റി വെച്ചായിരുന്നു. എന്താ കാര്യം? എന്താ പറ. അത് പിന്നെ അവൻ പറയുന്നത് സുമതിയുടെ മുടി പാറി പറക്കുന്ന ഡെയിലി ഷാമ്പു തേച്ചിട്ടാണ്. ഞാൻ പറഞ്ഞ അളിയ അല്ല, അവള് ഡെയിലി താളി തേക്കുന്നോണ്ടാ മുടി പാറി പറക്കുന്നത് എന്നും പറഞ്ഞ് ഞാനും അവനും കൂടെ ഒരു 5000 രൂപയ്ക്ക് ബെറ്റ് വെച്ചു. നിങ്ങൾ പ്രാന്താണോ വെച്ച ഒരു മുടിയുടെ പേര് 5000 രൂപയ്ക്കൊക്കെ ബെറ്റ് വെക്കാൻ? എടാ ചെറുക്ക, എനിക്ക് അത്രമേൽ ഉറപ്പുള്ള കാര്യത്തിൽ ബെറ്റ് വെക്കുന്നത് നിനക്കെന്താ കുഴപ്പം? എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എനിക്ക് ഉറപ്പുള്ള കാര്യമുണ്ട്. എനിക്ക് ഇങ്ങനത്തെ ഒരു അച്ഛനെ ഇനിയും വേണ്ട. മക്കൾക്ക് അച്ഛനൊരു ബുദ്ധിമുട്ടായി തുടങ്ങിയല്ലേ? പിന്നല്ലോ. അയ്യോ, അങ്ങനെ പറയില്ലേ. സെന്റ് അടിക്കുന്ന സമയം നേരെ തിരിച്ചേ പറയുള്ളൂ. ബുദ്ധിമുട്ടായില്ല, ബുദ്ധിമുട്ടായി. തള്ളയുടെ അതേ ഗുണം തന്നെ. പോടാ റബ്ബർ ബാൻഡ്. ആ, നീ ജനിച്ചന്ന് തൊട്ട് എന്നെ വലിപ്പിച്ചോണ്ടിരിക്കല്ലേ. ഞാൻ പിന്നെ നിന്നെ എന്നാ വിളിക്കും? സൽമാൻ ഖാനെ എന്ന് വിളിക്കണം. നിനക്കെന്താ എന്നെ കണ്ടിട്ട് കോമാളിയായിട്ട് തോന്നുന്നുണ്ടോ? ഇതാ കളിയാക്കുന്നത്. അച്ഛാ, അതെന്ത് ഇത്രയൊക്കെ ആയല്ലേ? എന്തോ ആയി? എനിക്ക് അച്ഛൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട്. എന്തോന്ന്? ഞാനും ഒരു പെണ്ണും തമ്മിൽ 2 വർഷമായിട്ട് ഇഷ്ടത്തിലാണ്. ലവ്വാണ്. അച്ഛൻ ആ കല്യാണം ഒന്ന് നടത്തി തരണം. ആകട്ടെ. അവള് പറയുന്നത് എന്നെ കാണാൻ കുഞ്ചാക്കോ ബോബനെ പോലെയാണ്. ഈ കല്യാണം ഇവിടെ നടക്കില്ല. അതെന്താ? കിട വാ തുറന്ന നുണ പറയുന്ന കൊച്ചിനെ നമ്മുടെ വീട്ടിൽ എങ്ങനെ പറ്റുമോ? നടക്കത്തില്ല. എന്റെ വാവച്ചിക്ക് ആ കൊച്ചി ചേരൂല. എന്റെ പൊന്നിന് ആ കൊച്ചി ചേരൂലടാ. കിട ഓൾട്രേഷൻ ചെയ്ത വാഴപ്പിണ്ടി പോലെ ഇരിക്കും. നീ മുഖത്ത് നോക്കിയിട്ട് ആരെങ്കിലും കുഞ്ചാക്കോ ബോബൻ എന്ന് പറയുമോ? കിട അവള് നുണച്ചിയാടാ. നുണച്ചി അവള്. എന്ത് സ്വന്തം മോന്റെ മുഖത്ത് നോക്കിയാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? എടാ പൊന്നുമോനെ, ഞാനായോണ്ട് ഇത്രയെങ്കിലും പറഞ്ഞു. വേറെ വല്ലവരാണെങ്കിൽ വായി വിളിച്ചോ വല്ലതും പറഞ്ഞേനെ. അയ്യോ, അങ്ങനല്ല. ആദ്യമേ ഹലോ, അത് കഴിഞ്ഞിട്ട് അയ്യോ. നിങ്ങൾ ചെയ്തു വെച്ച കേട്ടിട്ട് ഞാൻ അയ്യോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോ കാണിച്ചു കൂട്ടിട്ട് അയ്യോ എന്ന് പറഞ്ഞാ. നിങ്ങൾ കോടതിയിൽ പോയോ? ആ പോയി. ആർക്കെങ്കിലും സാക്ഷി പറഞ്ഞോ? പറഞ്ഞ് പണ്ടാരം തുടങ്ങി. എന്തിനാ ഈ വയ്യാവേലി എടുത്ത് തലേ വെക്കുന്നത്? നിങ്ങൾ കൊലക്കുറ്റത്തിനാണ് സാക്ഷി പറഞ്ഞേക്കുന്നത്. ഗുണ്ടകളെല്ലാം നാടെ വാളും കത്തിയും കടാരയൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരിക. ഗുണ്ടകൾ വാളും കത്തിയായിട്ട് വരുന്ന ഇല്ല, ലവ് ലെറ്ററുമായിട്ട് വരും അച്ഛനെ പ്രേമിക്കാൻ. എന്റെ പൊന്നച്ച, ജീവൻ വേണേ പിറക്കി എടുത്ത് ഓടച്ചാ. അതിന് ആപ്പിള് എടാ പോകുന്ന വഴി ആരെങ്കിലും പറ്റി വെച്ചാലോ? തിന്നു പോ. അതിനു വേണ്ടി അമ്മമാരോട് അയ്യോ അച്ഛാ, അതെന്റെയാ. എടാ മണ്ണരിക്കുന്ന അരിപ്പയ്ക്ക് പോലും ഇല്ലല്ലോടാ ഇത്ര ഓട്ടായി. ചട്ടി. ഓ എടി, ഞങ്ങള് പോവാ. ഞങ്ങളെ നീ അങ്ങ് മറന്നേക്ക്. അച്ഛാ, അമ്മ നമ്മുടെ കൂടെ എന്നും കാണും. എടാ പുല്ല് മറക്കാൻ വേണ്ടിട്ടാ വരല്ലെന്ന് പറഞ്ഞു. നീ വീണ്ടും മറക്കാം. അമ്മ പിന്നെ ഫോൺ. എന്തുവാ ചെരുപ്പ് എന്റെ കാലിൽ ഇരിക്കുന്ന കണ്ടില്ല അടക്കണേ. മഞ്ജു, നിന്റെ കുഞ്ചാക്കോ ബോബൻ ഒന്നും പറ്റൂല കേട്ടോ. അയ്യോ, മനുഷ്യനായിരുന്നോ? ഹലോ ഹലോ അച്ഛാ, അച്ഛോ, അച്ഛാ. അച്ഛോ, എന്റെ മുന്നോ എഴുതേക്കച്ചാ.
ഞാൻ മടുത്തേ എന്റെ അച്ഛാ, ഞാൻ സുല്ലിടാൻ പോവാണേ, നമുക്ക് ഗീത തുടങ്ങാം അച്ഛാ. പറ്റിച്ചേ നീ ഇതുപോലെ പേടിക്കെന്നും പറഞ്ഞ് ഞാൻ ആ കുമാർ മാമയുടെ അടുത്ത് ഇതുപോലെ ഗുണ്ടകളെല്ലാം സെറ്റ് ചെയ്തൊരു ബെറ്റ് വെപ്പിച്ച നീ പേടിച്ചു. യെസ്, ഞാൻ ജയിച്ചു. എത്ര രൂപയ്ക്ക് ബെറ്റ്? 1000 രൂപയ്ക്ക്. 1000 100. 1000 രൂപയുടെ ബെറ്റിന് 2 ലക്ഷം രൂപ കൊടുത്ത് ലോൺ എടുത്ത വീടാണ് മനുഷ്യ നിങ്ങൾ മുടിപ്പിച്ചത്. എടാ ബെറ്റല്ലേടാ മുഖ്യം. കുമാരേ, അച്ഛൻ ആ ഒരു ബോധം തനിക്കുണ്ടോ? നീ അച്ഛാ, എപ്പോഴെങ്കിലും കുമാരൻ എന്നുള്ള വിളി അങ്ങ് മാറിയല്ല, ഭാഗ്യം അച്ഛാ. എന്താടോ രാജൻ ഇത്? ഇരി. വേണ്ട സാർ, ഞാൻ നിന്നോളാം. എന്തിനാടോ? ഇരിക്കടോ സാർ, ഞാൻ നിന്നോളാം. സാർ ഒരു CI ആ, ഞാനൊരു SI ആ. സാറിന്റെ ഫ്രണ്ട് ഞാൻ ഇരിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര മോശം. എത്ര വർഷങ്ങൾക്ക് മുമ്പാണ്, നമ്മളിപ്പോ റിട്ടയർ ആയില്ലേ. മാത്രമല്ല ഇന്നെന്റെ ചെറുമോളുടെ പിറന്നാളാണ്. ആ ഫംഗ്ഷനൊക്കെ താൻ ഇത്ര ഫോർമാലിറ്റീസ് ഒന്നും കാണിക്കണ്ടോ? ഇരി, ഞാൻ നിന്നോളാം. ഇരിയടോ, ഞാൻ നിന്നോളാം സാറേ. എടോ ഞാനല്ലേടോ പറയുന്നേ, ഇരി, ഞാൻ നിന്നോളാം സാർ. എടോ താൻ ഇരുന്നോ, കുഴപ്പമില്ല, വിഷയമില്ല സാറേ, ഞാൻ നിന്നോളാം. ഹലോ, എഴുന്നേക്ക്. ഞാൻ പറഞ്ഞിട്ടിരുന്ന വെച്ചാൽ മതി. സോറി സാർ, ഇരി. താങ്ക് യു സാർ. ഓക്കെ. എത്ര കേസുകളാ താൻ എനിക്ക് അസിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളതെന്ന് തനിക്കറിയാവോ? ഉണ്ട് സാർ. നമ്മുടെ പോലീസ് സ്റ്റേഷനിൽ മാതൃകയാക്കാൻ പറ്റിയ ഒരു പോലീസ് ഓഫീസറാണ് താൻ. അതായത് എ ബ്രില്യന്റ് ഓഫീസർ. താങ്ക് യു സാർ. കേക്കൊക്കെ കഴിച്ചോ രാജൻ? കഴിച്ചു സാർ, പക്ഷെ ചെറിയൊരു വിഷമമുണ്ട്. എന്ത് വിഷമം? ആ കേക്കിന്റെ ഫ്രണ്ടിലിരുന്ന ചെറി എനിക്ക് കഴിക്കാൻ പറ്റിയില്ല. ഒരു ചെറുക്കനത് തട്ടിപ്പറിച്ചുകൊണ്ട് പോയി. ഭയങ്കര ഫീൽ ആയിപ്പോയി എനിക്ക്. ബ്രില്യന്റ് ഓഫീസർ. എനിക്ക് അറിയാൻ വയ്യാത്തോണ്ട് ചോദിക്കുക, തന്നെ നറുക്കിട്ട് വല്ലതാണോ പോലീസ് സ്റ്റേഷനിൽ കയറ്റിയത്? സോറി സാർ. സോറി സാർ. എന്തുവാടോ, ഒരു ഫംഗ്ഷൻ ഒക്കെ അല്ലേ? ചിരി ബുദ്ധിപരമായിട്ടൊക്കെ നമുക്ക് പെരുമാറിക്കൂടെ? സോറി സാർ. ഒന്നില്ലെങ്കിൽ താനൊരു ഇതന്നെ പുക വരാത്ത സാർ? അത് ചിക്കൻ കാല പൈപ്പല്ല. അയ്യോ, അതെ രാജൻ, 1985 നമ്മളൊരു കേസ് തെളിയിച്ച തനിക്ക് ഓർക്കുന്നുണ്ടോ? അയ്യോ, ആ കേസ് മറന്നല്ലേ? മറന്നുപോയി സാറ്. തിരിച്ച് തള്ളി കയറ്റിയപ്പോഴേ എനിക്ക് മനസ്സിലായി. സാറിന് ഓർമ്മയുണ്ടോ? പുല്ല് ഓർക്കാത്തോണ്ടല്ലേ തന്നോട് ഞാൻ ചോദിച്ചത്. പക്ഷെ എനിക്ക് വേറൊരു കേസ് സാറേ ഓർമ്മ വരുന്നുണ്ട് സാറേ. ഏത് കേസ്? ഒരു കുളിക്കടവിൽ ഒരുത്തൻ എത്തി നോക്കിയ കേസ്. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല സാറേ. നമ്മൾ എത്ര കള്ളന്മാരെ പിടിച്ചിട്ടുണ്ട്, പക്ഷെ ആ കള്ളനെ മാത്രം എന്തുകൊണ്ട് സാറേ നമുക്ക് പിടിക്കാൻ പറ്റിയില്ല? പിടിക്കാൻ പറ്റൂലോ. അതെന്താ സാറേ? ഞാൻ എങ്ങനെയാണോ എന്നെ തന്നെ അറസ്റ്റ് ചെയ്യുന്നത്? ചെറിയുള്ള കേക്ക് കഴിച്ചോ? കേക്ക് കഴിക്ക, ഇല്ലാന്നുണ്ടെ മുഖത്ത് ഞാൻ തേക്കും. എന്റെ മുഖത്ത് തേച്ചതല്ലേ? അയ്യേ സാറേ, എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാണ് ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വരുമ്പോ കേക്ക് ഒക്കെ മുഖത്ത് വാരി തേക്കുന്നെന്ന് പറഞ്ഞ് എനിക്ക് തീരെ ഇഷ്ടമില്ല. പുള്ളിയുടെ പ്രായം നോക്ക് സാറേ. കൊച്ചിനും കൊടുക്കുന്നു സാറേ. പുള്ളിയെ പിടിച്ച് മാറ്റി സാറേ. കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് കളിക്കുന്നുണ്ടോ? എടോ പറയാൻ പറ്റൂലോ സാറേ. പുള്ളിയെ പിടിച്ച് മാറ്റി സാറേ. എടോ പറയാൻ പറ്റൂല. പുള്ളിയെ പിടിച്ച് മാറ്റി സാറേ. എടോ പറയാൻ പറ്റൂലെന്ന്. അതെന്താ സാറേ? എടോ ഒരു DGP അടുത്ത് ഞാൻ എങ്ങനെയാണോ പറഞ്ഞു മനസ്സിലാക്കുന്നു? കേക്ക് കഴിക്ക, ഇല്ലെങ്കിൽ മുഖത്ത് തേക്കും ഞാൻ. ഇവിടുത്തെ ഒരു സിസ്റ്റവും കൊള്ളത്തില്ല സാറേ. സാറിന് ഒരു കാര്യം അറിയോ? കേറ്ററിംഗ് തീരെ ശരിയല്ല. കേറ്ററിംഗിന് എന്താണോ കുഴപ്പം? ഞാൻ വന്നപ്പോ തൊട്ട് ഈ ജ്യൂസ് കുടിക്കാൻ നോക്കുക. എനിക്ക് ഈ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നില്ല, വലിച്ചു കുടിക്കാൻ പറ്റുന്നില്ല സാറേ. എന്താ സാർ ഇങ്ങനെ? ജ്യൂസ് വലിച്ചു കുടിക്കുമ്പോൾ അണ്ണാക്കിലെത്തണമെങ്കിൽ സ്ട്രോ ഇട്ട് കുടിക്കണം, അല്ലാതെ മെഴുകുതിരിയല്ല. എന്റെ കൊച്ചിന്റെ ബർത്ത്ഡേ കേക്കില് മെഴുകുതിരി എടുത്ത് വെച്ചിട്ട് സോറി സാറേ, സോറി. നറുക്കിട്ട് വന്ന പോലീസ്. ഏതാ നറുക്കിട്ട് വന്ന പോലീസ്? ചിക്കൻ കാല്. അതെ, അതവിടെ വെച്ചോ. കേട്ടല്ലോ, ഈ പൈപ്പ് എന്ന് പറയുന്ന ഫ്രിസ്റ്റീഷുകാരുടെ കാലത്തുണ്ടോ? ഫ്രിസ്റ്റി എന്നെ നറുക്കിട്ടാണ് സാറിന് ടോസിട്ടായിരിക്കുമല്ലേ ഇതിനകത്ത് കയറ്റിയത്? അതെ, എന്നെ കൂടുതൽ കളിയാക്കണ്ട സാറേ. ഞാൻ എന്നാ പോയേക്കും. 8:30. എനിക്ക് വീട്ടിൽ ചെന്നിട്ട് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ. ഞാൻ പോവാം. എങ്കിലേ ആ TV ഒന്ന് വെച്ചിട്ട് പോവാവോ? എന്താ സാറേ, ന്യൂസ് കാണാനാണോ? ന്യൂസ് അല്ലെന്ന്, പിന്നെ ഒരു സീരിയല് കാണാന്. സീരിയലോ? ഏത് സീരിയലാ സാറേ? സൂപ്പർ കൺമണി. യോ സാർ അത് കാണുമോ? ഓ, ഞാൻ അത് കാണാനേ 8:30 വീട്ടിൽ പോവാന്ന് പറഞ്ഞേ. എങ്കിൽ രാജൻ ഇവിടെ ഇരി, നമുക്ക് ഒരുമിച്ചിരുന്ന് കൂടാം. ഇരി. സാറിന്റെ ഒരു കാര്യം സാറിന് അറിയാവോ? എനിക്ക് ആ കൺമണി എന്ന് പറയുന്ന കൊച്ചിനെ തീരെ ഇഷ്ടമില്ല. ഇതെന്റെ കൃഷ്ണമണി എന്തിനാണ് ഇത്? സോറി സാർ. സാർ സീരിയൽ തുടങ്ങി. കൺമണി,
നമ്മുടെ ബിസിനസ് ആകെ തകർന്നിരിക്കുകയാണ്. അതിനിപ്പോ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത്? ന്യായം. അവളുടെ തലേ കയറിയിട്ട് എന്തോ ചെയ്യാനും. ബിസിനസ് എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരണം. ചെറുക്കം കറക്റ്റാ പറയുന്നേ, രാഹുൽ കറക്റ്റാ പറയുന്നേ. സാർ സാർ ഷർട്ടിലൊക്കെ കരയായില്ലേ സാർ? എന്താ സാർ ഇങ്ങനെ? ശ്രദ്ധിക്കണ്ടേ? എപ്പോഴും ഞാൻ കാണുമോ ശ്രദ്ധിക്കാൻ? അതൊന്നും കുഴപ്പമില്ല കൺമണി, അതൊന്നും കുഴപ്പമില്ല. സാർ സാർ പ്ലീസ് സാർ, ഞാൻ റെഡിയാക്കി തരാം സാർ. സാർ പ്ലീസ് വേണ്ട, ഇവിടെ ഉള്ളവർ കാണും. സാർ പ്ലീസ് സാർ. മോശം. സാർ സാർ ഞാൻ ഇപ്പോ വീഴും സാർ. ഐക്യരാഷ്ട്രസഭ പിരിച്ചു വെച്ചിരിക്കുന്നു. ഏതാ സാറേ? മോന്റെ ഡിഗ്രിയുടെ കാര്യമൊക്കെ എന്തോ അഡ്മിഷൻ ആയോ? അത് സാറേ നടന്നുകൊണ്ടിരിക്കുന്നത്. അവന് പഠിക്കണമെന്ന് തീരെ താല്പര്യം. അതെ രാജന, ഫാൻ ഒന്നുടാ വെട്ടി വേർക്കുക. ഞാനും വേർത്തോണ്ടിരിക്കുക സാറേ. തിരികെ വരുന്നു സൂപ്പർ കൺമണി. സാർ ബിസിനസ് ഹൈ ആവണമെങ്കിൽ എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല സാർ. സാറ് തന്നെ എന്തെങ്കിലും ചെയ്യണം. അതാണ് കൺമണി. കൺമണി പ്ലീസ് പ്ലീസ്. എടാ പോങ്ങ, എന്തേലും പറയണ തിരിച്ച് കെഞ്ചാതെ. സാർ സാർ എന്നെ കൊണ്ട് പറ്റില്ല സാർ. പറ്റില്ല കൺമണി പറ്റില്ല കണ്ടോ? പറ്റില്ല സാർ. കൺമണിയാ ജയിക്കുന്നേ. അങ്ങനെ നീ എപ്പോഴും എന്റെ മെക്കിട്ട് കയറല്ലേ. ബിസിനസ് തുടങ്ങാൻ അറിയാമെങ്കിൽ അത് നടത്താനും എനിക്കറിയാം. രാഹുൽ എന്റെ ചെറുക്കൻ, അത് കൊള്ളാം, കിടുക്കി. വായിക്കാത്തൊരു പഴമാണോ? എന്തേലും സംസാരിക്കടി. സാർ എങ്കിൽ ഈ ബിസിനസ് നിങ്ങൾ തന്നെ നടത്തിക്കോളൂ, ഞാൻ പോവാണ്. എനിക്കറിയാം നടത്താൻ. എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. ഇനി കൂടുതൽ കിടന്ന് സംസാരിച്ച കൺമണി നിന്റെ മുഖത്ത് ഞാൻ അടിക്കും. ആഹാ, അങ്ങനെയെങ്കിൽ എനിക്കതൊന്ന് കാണണമല്ലോ. കരണ്ടും പോയി. അവള് കാണിച്ചാണ് ശരി എന്താണേലും. അത് മോശമല്ലേ സാറേ? എന്ത് മോശം? ഒരു പെണ്ണൊരു ചെറുക്കന്റെ മുഖത്തടിക്കാന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. എടോ എന്തുവാടോ മോശം? ഇപ്പൊ തന്നെ ആരെങ്കിലും വന്ന് ഇങ്ങനെ തല്ലിയെന്ന് വിചാരിച്ചോ? എന്തായാലും താൻ തിരിച്ച് തല്ലൂലേ? ആ പെങ്കൊച്ച ഇങ്ങനെ തല്ലിയ. എന്തുവാ? ആ പെങ്കൊച്ച അങ്ങനെയാ തല്ലിയ സാറേ. എടോ അവന്റെ ഭാഗത്തല്ല അവളുടെ ഭാഗത്തല്ലേ ശരി. അവള് ഇങ്ങനെ തിരിച്ചു തല്ലി, അതിനിപ്പോ എന്താ പ്രശ്നം? എനിക്ക് നോവുന്നുണ്ട് കേട്ടോ സാറേ. എന്തിനു? സാറാണെന്ന് ഞാൻ നോക്കത്തില്ല കേട്ടോ. എന്ത് സാറ്? സാറേ ആ പെങ്കൊച്ചിന്റെ ഭാഗത്താ ശരിയെന്ന് പറയുമ്പോ സാർ ഒരു സീരിയലിന്റെ പേര് പറഞ്ഞ് എന്നെ ഉണ്ടാക്കല്ലേ കേട്ടോ സാറേ. CI ഒക്കെ അങ്ങ് സ്റ്റേഷനിൽ കൺമണിയുടെ ഭാഗത്താണ് ശരി. എന്തോ കൺമണി? എന്തോ കൺമണി എന്നാ നീ മാറ്റി പറയാതാ. എടാ എന്തോ മാറ്റി പറയുന്നേ? സാറേ, സാറിന് നിന്നെ അറിയത്തില്ല കേട്ടോ. പിന്നെ നിന്നെ എനിക്ക് അറിയാതാണ്, നിന്നെ വിളിച്ചു കയറ്റി ഞാൻ. രാഹുലിന്റെ ഭാഗത്താണ് സാറേ രാഹുലിന്റെ ഭാഗത്ത് എന്തോ നടത്തി, രാവിലെ ഭാഗത്ത് എന്തോ നടത്തി, രാവിലെ ഭാഗത്ത് എന്തോ നടത്തി. അതടിക്കല്. ഗിഫ്റ്റ് അത് വെച്ചോ, അത് വെച്ചോ. എടാ കൺമണിയുടെ ഭാഗത്താണ് ശരി. അമ്മ അയ്യോ. സാർ 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 എനിക്കെന്റെ തെറ്റ് മനസ്സിലായി സാർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടാ. എനിക്ക് സാറിനോട് ജീവിക്കണം. അപ്പൊ നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കൺമണി. നീ അങ്ങനെ ഇപ്പൊ ഉണ്ടാക്കണ്ടാ. ഒരുമാതിരി കോപ്പിലെ പരിപാടി ആണെങ്കിൽ ഇത്ര തല്ലു കൂടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന. എടാ രാഹുലെ, നീ ഒരുമാതിരി മറ്റേടത്തെ പരിപാടി കാണിക്കല്ലേ. ഞങ്ങളെ ഇട്ടി കുത്തി ഉണ്ടാക്കിപ്പിച്ചിട്ട്. അടുത്ത ഭാഗം തിങ്കളാഴ്ച. അയ്യേ ഷേ മോശം. എടാ നമ്മള് പോലീസ് ഓഫീസേഴ്സ് അല്ലേ? നമ്മൾ ഈ വളിപ്പൊക്കെ എന്തിനാ കാണിക്കുന്നത്? ഒരു സീരിയലിന്റെ പേരും പറഞ്ഞു തോന്നി. സാറിന്റെ ഷൂസ് വേണ്ട 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 സാറേ. സോറി സാറേ, എന്തേലും പറ്റിയായിരുന്നു? ഇല്ല കുഴപ്പമില്ല. എന്ത് മോശമൊക്കെയാണ് നമ്മൾ ഇവിടെ എന്താ കാണിക്കുന്നത്. ചുമന്നിരിക്കുന്നു? നീ കടിച്ച് സോറി സാർ. സോറി. മോശമായി. കുഴപ്പമില്ല. സോറി സാർ. പക്ഷെ അവൻ കാണിച്ച എന്തൊക്കെ പറഞ്ഞാലും തെറ്റാണ്, മോശമാണ്. കൺമണി ശരിയാകും. എന്റെ കേക്ക് ഈ നാറി ഇതുവരെ പോയില്ലേ?